ഹായ് സ്റ്റുഡൻസ്, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന അടുത്ത ടോപ്പിക്ക് ട്രാൻസ്ലേഷൻസ് ഓഫ് ക്വാഡ്രാറ്റിക് സർഫസ് എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. അതായത് ഒരു സർഫസ് തന്നാൽ അത് ഏത് സർഫസിനെ ട്രാൻസ്ലേറ്റ് ചെയ്താണ് കിട്ടിയതെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് 3-4 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ക്വസ്റ്റ്യൻസ് എല്ലാം യൂണിവേഴ്സിറ്റി എക്സാമിന് 1 മാർക്കിന് 2 മാർക്കിനൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അതുകൊണ്ട് ഈ ഒരു ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, സ്കിപ്പ് ചെയ്യാതെ പഠിച്ചോണം. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കിയാട്ടെ. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: ഡിസ്ക്രൈബ് ദ സർഫസ് ഇസഡ് ഈക്വൽ ടു എക്സ് മൈനസ് 1 ദ ഹോൾ സ്ക്വയർഡ് പ്ലസ് വൈ പ്ലസ് 2 ദ ഹോൾ സ്ക്വയർഡ് പ്ലസ് 3. ഇത് ഏത് സർഫസിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് കിട്ടിയതാണ് ഈ സർഫസ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഗിവൺ ഇക്വേഷൻ ഇതാ ഇങ്ങനെ റിട്ടേൺ ചെയ്തെഴുതാം. അതായത് ഈ +3 അങ്ങ് ഇക്വേഷൻ്റെ ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവരുന്നു. അപ്പോൾ എന്തുവരും? ഇസഡ് മൈനസ് 3 ഈക്വൽ ടു എക്സ് മൈനസ് 1 ദ ഹോൾ സ്ക്വയർഡ് പ്ലസ് വൈ പ്ലസ് 2 ദ ഹോൾ സ്ക്വയർഡ് എന്ന് കിട്ടും. ഈ സർഫസ് എന്ന് പറഞ്ഞാൽ പരാബോളോയിഡ് ആണ്. ഈ സർഫസ് എന്താണ്? പരാബോളോയിഡ് ആണ് ഈ സർഫസ്. ഇത് സർഫസ് പരാബോളോയിഡ് ആണെന്ന് പറയാൻ കാരണം നമ്മുടെ പരാബോളോയിഡിൻ്റെ സ്റ്റാൻഡേർഡ് ഫോം ഇസഡ് ഈക്വൽ ടു എക്സ് സ്ക്വയർഡ് പ്ലസ് വൈ സ്ക്വയർഡ് ആണ്. ആ ഇസഡ് ഈക്വൽ ടു എക്സ് സ്ക്വയർഡ് പ്ലസ് വൈ സ്ക്വയർഡ് എന്നുള്ളതിനകത്ത് ഇസഡിനെ നമ്മൾ എങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു? ഇസഡിനെ നമ്മൾ ഇസഡ് മൈനസ് 3 എന്നും എക്സിനെ നമ്മൾ എക്സ് മൈനസ് 1 എന്നും വൈയെ നമ്മൾ വൈ മൈനസ് 2 എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു. അപ്പം ഇസഡ് ഈക്വൽ ടു എക്സ് സ്ക്വയർഡ് പ്ലസ് വൈ സ്ക്വയർഡ് എന്ന് പറയുന്ന പരാബോളോയിഡിൻ്റെ ഇക്വേഷനകത്ത് ഈ 3 ട്രാൻസ്ലേഷൻ കൊടുക്കുമ്പോഴാണ് നമുക്ക് എന്താണ് നമ്മുടെ ഈ ഗിവൺ സർഫസ് കിട്ടിയത്. അപ്പം നമ്മുടെ ഗിവൺ സർഫസ് എന്താണ്? ഗിവൺ സർഫസ് പരാബോളോയിഡ് ആണ്. ആ ന്യൂ വെർട്ടെക്സ് എന്ന് പറയുന്ന പോയിന്റ് എന്തായിരിക്കും? 1 -2 3 ആയിരിക്കും. അതായത് 1 ഇവിടെ -2, ഇവിടെ എക്സ് മൈനസ് 1 ആകുമ്പോൾ എക്സ് ഈക്വൽ ടു 1 വരും അല്ലെ. എക്സ് മൈനസ് 1ന് 0 കൊടുത്താൽ എക്സ് ഈക്വൽ ടു 1 ആണ്. വൈ -2ന് 0 കൊടുക്കുമ്പോൾ വൈ പ്ലസ് 2 ഈക്വൽ ടു 0 എന്നാണ് അർത്ഥം. അതായത് വൈ കോർഡിനേറ്റ് എന്ത് വൈ ഈസ് ഈക്വൽ ടു -2 വരും. പിന്നെ ഇസഡ് -3ക്ക് 0 കൊടുത്താൽ ഇസഡ് ഈക്വൽ ടു എത്ര വരും? 3 വരും. അപ്പം നമ്മുടെ ന്യൂ വെർട്ടെക്സ് അറ്റ് ദ പോയിന്റ് ചെയ്ത് തരും. എക്സിൻ്റെ കോർഡിനേറ്റ് 1, വൈയുടെ കോർഡിനേറ്റ് -2, ഇസഡ് കോർഡിനേറ്റ് 3 വരും. അപ്പോൾ നമ്മുടെ ഗിവൺ സർഫസ് എന്താണെന്ന് മനസ്സിലായി? പരാബോളോയിഡ് ആണ്. പരാബോളോയിഡിൻ്റെ സ്റ്റാൻഡേർഡ് ഫോം ഇസഡ് ഈക്വൽ ടു എക്സ് സ്ക്വയർഡ് പ്ലസ് വൈ സ്ക്വയർഡ് ആണ്. അവിടെ എക്സിനെ എക്സ് മൈനസ് 1 എന്നും വൈയെ -2 എന്നും ഇസഡിനെ ഇസഡ് -3 എന്നും ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ഗിവൺ സർഫസ് കിട്ടുന്നത്. ഓക്കെ, 1 മാർക്കിനോ 2 മാർക്കിനോ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പം പഠിച്ചോണം, സ്കിപ്പ് ചെയ്യരുത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാട്ടെ. ഡിസ്ക്രൈബ് ദ സർഫസ് 4x സ്ക്വയർഡ് പ്ലസ് 4y സ്ക്വയർഡ് പ്ലസ് ഇസഡ് സ്ക്വയർഡ് പ്ലസ് 8y മൈനസ് 4z ഈക്വൽ ടു -4. അപ്പോൾ ഇത് ഏത് സർഫസ് ആണെന്ന് അറിയണമെങ്കിൽ ആദ്യം നമുക്ക് ഈ ഇക്വേഷനെ ഒന്ന് എന്ത് ചെയ്യണം? അറേഞ്ച് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇക്വേഷനെ അറേഞ്ച് ചെയ്യാൻ 4x സ്ക്വയർഡ് എന്ന് പറഞ്ഞ ഒരു ടേം ഉണ്ട്. പിന്നെ അവിടുത്തെ ടേം 4y സ്ക്വയർഡ് ഉണ്ട് പ്ലസ് 8y ഉണ്ട്. ദാ ഈ ഇക്വേഷൻ്റെ റൈറ്റ് സൈഡ് കിടക്കുന്ന -4 ലെഫ്റ്റ് വന്നപ്പോൾ +4 ആയി. പിന്നെ പ്ലസ് ഇസഡ് സ്ക്വയർഡ് ഉണ്ട് അല്ലേ, പ്ലസ് ഇസഡ് സ്ക്വയർഡ് ഉണ്ട് -4z ഈക്വൽ ടു 0 എന്നായി. ഓക്കെ, അവിടെ 4x സ്ക്വയർഡ്, എക്സ് സ്ക്വയർഡിൻ്റെ ഒരു ടേമേ ഉള്ളൂ, അതിനെ നമ്മൾ അതേപോലെ എഴുതി. ഓക്കെ, ബാക്കിയുള്ളത് ഈ 3 ടേമിന് ഒരു 4 നമ്മളിങ്ങനെ കോമൺ എടുത്തു. 4 കോമൺ എടുത്താൽ ബ്രാക്കറ്റ് എത്ര വരും? ബ്രാക്കറ്റിൽ y സ്ക്വയർഡ് പ്ലസ് 2y പ്ലസ് 1 എന്ന് വരും. ഓക്കെ ആണല്ലോ. പിന്നെ അടുത്തത് ഇസഡ് സ്ക്വയർഡ് -4z അല്ലേ. അവിടെ നമ്മൾ ഇസഡിൻ്റെ കോയിഫിഷ്യൻ്റ് എത്രയാ? -4 ആണ്. അതിൻ്റെ പകുതി -2 ആണ്. -2ൻ്റെ സ്ക്വയർ എത്രയാണ്? 4. അത് ദാ ഇവിടെ കൂട്ടി. അപ്പം ഈക്വൽ ടുവിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കൂട്ടിയപ്പോൾ റൈറ്റ് സൈഡിൽ 0 മാത്രമേ ഉള്ളൂ. അതിനോടുകൂടി നമ്മൾ എത്ര കൊടുക്കണം? 4 കൊടുക്കണം. ഈ 4 നമ്മൾ അഡീഷണൽ ആയിട്ട് കൂട്ടിയതല്ലേ, അതിനെ നമ്മൾ റൈറ്റ് സൈഡിലും കൂട്ടി. അപ്പോൾ എന്താ വീണ്ടും നമുക്കൊന്ന് അറേഞ്ച് ചെയ്താൽ എക്സ് സ്ക്വയർഡിൻ്റെ ടൈം 1 ഉള്ളൂ. അപ്പോൾ അത് 4x സ്ക്വയർഡ് വരും പ്ലസ് 4 ഇൻറ്റു വൈ സ്ക്വയർഡ് പ്ലസ് 2y പ്ലസ് 1നെ നമുക്ക് y പ്ലസ് 1 ദ ഹോൾ സ്ക്വയർഡ് എന്ന് എഴുതാം. ഈ ടൈം എന്താണ്? ഇസഡ് സ്ക്വയർഡ് -4z പ്ലസ് 2, അത് ഇസഡ് -2 ദ ഹോൾ സ്ക്വയർഡ് ആണ്. ഈക്വൽ ടു എത്രയുണ്ട്? ഈക്വൽ ടു 4 വരും. അപ്പം നമുക്ക് ത്രൂ ഔട്ട് ഏതുകൊണ്ട് ഡിവൈഡ് ചെയ്യാം? ത്രൂ ഔട്ട് ഒരു 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എക്സ് സ്ക്വയർഡ് വരും. അടുത്ത ടൈം എന്ത് വരും? അടുത്ത ടൈം വൈ പ്ലസ് 1ൻ്റെ സ്ക്വയർ വരും പ്ലസ് അടുത്ത ടൈമോ? അടുത്ത ടൈം ഇസഡ് -2 അതിൻ്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ 4 ഈക്വൽ ടു 1 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഗിവൺ ഇക്വേഷനെ നമ്മൾ ഇങ്ങനെ അറേഞ്ച് ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ എലിപ്സോയിഡിൻ്റെ സ്റ്റാൻഡേർഡ് ഫോം പഠിച്ചിട്ടുണ്ട്. നമ്മുടെ എലിപ്സോയിഡിൻ്റെ സ്റ്റാൻഡേർഡ് ഫോം എന്താണ്? എക്സ് സ്ക്വയർഡ് പ്ലസ് വൈ സ്ക്വയർഡ് പ്ലസ് ഇസഡ് സ്ക്വയർഡ് ബൈ ഇവിടെ എത്രയാണ്? 4 ആണ്. ഈക്വൽ ടു 1 എന്ന് പറയുന്ന എലിപ്സോയിഡിൻ്റെ സ്റ്റാൻഡേർഡ് ഫോമാണ്. ഈ എലിപ്സോയിഡിൻ്റെ സ്റ്റാൻഡേർഡ് ഫോമിനകത്ത് എക്സിനെ നമ്മൾ
എക്സ് മൈനസ് 0 എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് തന്നെ കിട്ടും? എക്സ് തന്നെ കിട്ടും. വൈയെ നമ്മൾ വൈ -1 എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തു. പിന്നെ ഇസഡിനെ നമ്മൾ Z-2 എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തു. അതായത് x² + y² + z²/4 = 1 എന്ന് പറയുന്ന എലിപ്സോയിഡിൻ്റെ ഇക്വേഷനകത്ത് എക്സിനെ എക്സ് എന്നും വൈയെ y -1 എന്നും ഇസഡിനെ Z-1 എന്നും ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോഴാണ് നമ്മുടെ ഗിവൺ സർഫസിൻ്റെ ഇക്വേഷൻ കിട്ടിയത്. അപ്പോൾ നമ്മുടെ ഗിവൺ സർഫസ് എന്താണ്? ഗിവൺ സർഫസ് എലിപ്സോയിഡ് ആണ്. അവിടുത്തെ ന്യൂ വെർട്ടെക്സ് എത്രയാണ്? 0ഉം 1ഉം 2ഉമാണ്. ഇസഡിന് Z-2 ആണ്. അപ്പോൾ ന്യൂ വെർട്ടെക്സ് എത്രയാണ്? x -2 ആകുമ്പോൾ 0 വരും, y -1 ആകുമ്പോൾ y = -1 വരും, z = 2. അപ്പോൾ ന്യൂ വെർട്ടെക്സ് അറ്റ് ദ പോയിന്റ് 0ഉം -1ഉം 2ഉം ആയിരിക്കും. ഇത് രണ്ടും യൂണിവേഴ്സിറ്റി എക്സാമിന് റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഇതേ ചോദിക്കാറുള്ളൂ, വേറെ ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ തന്നെ അങ്ങ് ചെയ്ത് പഠിച്ചാൽ മതി. ആദ്യത്തേത് പരാബോളോയിഡ്, അടുത്തത് എലിപ്സോയിഡ്. ഇനി 2 ക്വസ്റ്റ്യൻ കൂടെ നോക്കിയാട്ടെ. y² = x² + z², z = -(x² + y². ഈ 2 ക്വസ്റ്റ്യനും എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ y² = x² + z² ആണല്ലോ. അപ്പം ദ ഗ്രാഫ് ഓഫ് ദ ഇക്വേഷൻ y² = x² + z² result from interchanging y and z in the solution z² = x² + y². അതായത് z² = x² + y² എന്ന് പറയുന്ന എന്തിൻ്റെ ഇക്വേഷൻ ആണെന്ന് ഇപ്പം നമ്മൾ തൊട്ട് മുമ്പേ പറഞ്ഞു. z² = x² + y² അല്ലേ? ആ z² = x² + y² എന്ന് പറയുന്ന നമ്മൾ നേരത്തെ ക്വാഡ്രാറ്റിക് സർഫസ് പഠിച്ചപ്പം പഠിച്ചു. എലിപ്റ്റിക് കോണിൻ്റെ ഇക്വേഷനാണ് കണ്ടിട്ടുണ്ട്. അതെന്തിൻ്റെ ഇക്വേഷനാണ്? എലിപ്റ്റിക് കോണിൻ്റെ. അപ്പം ഈ കർവിൻ്റെ ഇക്വേഷനകത്ത് ഇസഡിൻ്റെ പ്ലേസിൽ വൈയും കൊടുക്കുന്നു, തിരിച്ച് വൈയുടെ പ്ലേസിൽ ഇസഡും കൊടുക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? y² = x² + z² കിട്ടുന്നത്. അപ്പോൾ z² = x² + y² എന്ന് പറയുന്നത് എലിപ്റ്റിക് കോണിൻ്റെ സർഫസ് ആണ്. ആ സർഫസിനകത്ത് ഇസഡിനെ നമ്മൾ y എന്നും വൈയെ നമ്മൾ z എന്നും റീപ്ലേസ് ചെയ്യുമ്പോഴാണ് നമുക്കിതാ ഈ ഇക്വേഷൻ കിട്ടിയത്. അപ്പം ഈ ഇക്വേഷൻ്റെ ഗ്രാഫ് കിട്ടാൻ വേണ്ടിയിട്ട് y² = x² + z² ഗ്രാഫ് കിട്ടാൻ വേണ്ടിയിട്ട് z² = x² + y²നകത്ത് നമ്മൾ അങ്ങനെ ഒരു ഇൻ്റർചേഞ്ച് ചെയ്താൽ മതി. അപ്പം നോക്കിയാട്ടെ, ഓക്കെ ആണല്ലോ. ഇനി അടുത്ത സെന്റൻസ് വായിച്ചട്ടെ. Thus the graph of the equation y² = x² + z² can be obtained by reflecting the graph of z² = x² + z² about the plane y = z. ഓക്കെ ആണല്ലോ. അപ്പം നമുക്ക് y² = x² + z² ഗ്രാഫ് കിട്ടാൻ വേണ്ടിയിട്ട് z² = x² + y² ഗ്രാഫിൻ്റെ റിഫ്ലക്ഷൻ ആണ് അതിൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത്. ഏത് പ്ലെയിനിൽ? എബൌട്ട് ദ പ്ലെയിൻ y = z. മനസ്സിലായോ? അതായത് y² = x² + z² ഗ്രാഫ് എന്ന് പറയുന്നത് z² = x² + y² എന്ന് പറയുന്ന ഗ്രാഫിൻ്റെ റിഫ്ലക്ഷൻ ആയിരിക്കും. എവിടെ? എബൌട്ട് ദ പ്ലെയിൻ y = z. y = z എന്ന് പറയുന്ന പ്ലെയിനിൽ ഈ ഗ്രാഫിൻ്റെ റിഫ്ലക്ഷൻ ആയിരിക്കും നമ്മുടെ ഗിവൺ ഇക്വേഷൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സിൻസ് ദ ഗ്രാഫ് ഓഫ് z² = x² + y² ഈസ് എ സർക്കുലാർ കോൺ ഓപ്പണിംഗ് എലോങ് ദ z ആക്സിസ്. അപ്പം നമ്മുടെ z² = x² + y² ഗ്രാഫ് എന്ന് പറയുന്ന ഒരു സർക്കുലാർ കോൺ ആണ് എലോങ് z ആക്സിസിൽ ഓപ്പൺ ചെയ്യുന്നത്. അപ്പം അതേ രീതിയിൽ പറയുകയാണെങ്കിൽ y² = x² + z² എന്ന് പറയുന്നതിൻ്റെ ഗ്രാഫും ഒരു സർക്കുലാർ കോൺ ആയിരിക്കും, പക്ഷെ ഓപ്പണിംഗ് എലോങ് y ആക്സിസ് ആയിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പം അതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ്റെ സർഫസിൻ്റെ ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറയാം. നമ്മുടെ y² = x² + z² എന്ന് പറയുന്ന ഇക്വേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് z² = x² + y² എന്ന് പറയുന്ന ഇക്വേഷനകത്ത് ഇസഡിന് പകരം വൈയും വൈക്ക് പകരം ഇസഡും കൊടുത്താൽ മതി. ഓക്കെ ആണല്ലോ. ഇനി y² = x² + z² ഗ്രാഫ് എന്ന് പറയുന്നത് z² = x² + y² എന്ന് പറയുന്ന ഗ്രാഫിൻ്റെ റിഫ്ലക്ഷൻ ആയിരിക്കും എബൌട്ട് ദ പ്ലെയിൻ y = z എന്ന് പറയുന്നത്. ഇനി z² = x² + y² ഗ്രാഫ് എന്ന് പറയുന്ന ഒരു സർക്കുലാർ കോൺ ആണ്
opening along the z axis. അങ്ങനെയാണെങ്കിൽ y² = x² + z² എന്ന് പറയുന്ന ഒരു സർക്കുലാർ കോണിന്റെ ഗ്രാഫ് ആയിരിക്കും ഓപ്പണിംഗ് അലോങ് y ആക്സിസ്. ഓക്കെ, ഫസ്റ്റ് വണ്ണിന്റെ ആൻസർ ആയല്ലോ. ഇനി രണ്ടാമത്തെ z = -(x² + y²). The graph of the equation z = -(x² + y²) can be written as -z = x² + y² എന്ന് എഴുതാൻ സാധിക്കുന്നു. അതായത് z = -(x² + y²) ഉണ്ടല്ലോ, ഇതിന്റെ ഗ്രാഫിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? അതിന്റെ ഗ്രാഫിനെ നമുക്ക് -z = x² + y² എന്ന് എഴുതാം. അത് which can be obtained by replacing z with -z in the equation z = x² + y². അതെങ്ങനെയാണ് കിട്ടുന്നതെന്ന് ചോദിച്ചാൽ z = x² + y² എന്ന് പറഞ്ഞ ഇക്വേഷനകത്ത് z-നെ -z ആയിട്ട് റീപ്ലേസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഇക്വേഷൻ കിട്ടുന്നത്. ഓക്കെ, ഇനി ഗ്രാഫ് ഓഫ് z = x² + y². z = x² + y²ന്റെ ഗ്രാഫ് എന്ന് പറയുന്നത് ഈസ് എ സർക്കുലാർ പരാബോളോയിഡ്. അതൊരു സർക്കുലാർ പരാബോളോയിഡ് ആയിരിക്കും ഓപ്പണിംഗ് ഇൻ ദ പോസിറ്റീവ് z ഡയറക്ഷൻ. z = x² + y²ന്റെ ഗ്രാഫ് ഒരു സർക്കുലാർ പരാബോളോയിഡ് ആണ്. അത് z ഡയറക്ഷൻ, പോസിറ്റീവ് z ഡയറക്ഷനിലാണ് ഓപ്പൺ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ -z = x² + y²ന്റെ ഗ്രാഫും ഒരു സർക്കുലാർ പരാബോളോയിഡ് ആണ് ഓപ്പണിംഗ് ഇൻ ദ നെഗറ്റീവ് z ഡയറക്ഷൻ. എങ്ങോട്ടാണ് ഓപ്പൺ ചെയ്യുന്നത്? നെഗറ്റീവ് z ഡയറക്ഷനിൽ. ഓക്കെ, ഈ രണ്ട് ക്വസ്റ്റ്യനും മനസ്സിലാക്കി പഠിച്ചു വെച്ചണം. സിമ്പിളായ രണ്ട് ക്വസ്റ്റ്യനാണ് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഇനി അടുത്തത് റിഫ്ലക്ഷൻ ഓഫ് സർഫസ് ഇൻ 3 സ്പേസ്. 3 സ്പേസിലെ സർഫസിന്റെ റിഫ്ലക്ഷൻ പ്രോപ്പർട്ടിയാണ് പഠിക്കേണ്ടത്. ഓക്കെ ആണല്ലോ, നോക്കിയാട്ടെ. ഇൻ ആൻ XY കോർഡിനേറ്റ് സിസ്റ്റം എ പോയിന്റ് XY ഈസ് റിഫ്ലക്റ്റഡ് അബൌട്ട് ദ x ആക്സിസ് ഇഫ് y ഈസ് റീപ്ലേസ്ഡ് ബൈ -y. എന്താണ്? ഒരു XY കോർഡിനേറ്റ് സിസ്റ്റത്തിനകത്ത് എന്താണ് ഒരു പോയിന്റ് XY എന്ന് പറയുന്ന പോയിന്റ് റിഫ്ലക്റ്റഡ് അബൌട്ട് ദ x ആക്സിസ് ആയിരിക്കും. XY കോർഡിനേറ്റ് സിസ്റ്റത്തിനകത്ത് XY എന്ന് പറയുന്ന പോയിന്റ് എവിടെയാണ്? റിഫ്ലക്റ്റഡ് അബൌട്ട് ദ x ആക്സിസ് ആയിരിക്കും. എപ്പോൾ? y ഈസ് റീപ്ലേസ്ഡ് ബൈ -y. y-യെ നമ്മൾ -y ആയിട്ട് റീപ്ലേസ് ചെയ്യുമ്പോൾ XY എന്ന് പറയുന്ന പോയിന്റ് റിഫ്ലക്റ്റഡ് അബൌട്ട് x ആക്സിസ് ആയിരിക്കും. ഓക്കെ ആണല്ലോ. ഇനി ആൻഡ് ഇറ്റ് ഈസ് റിഫ്ലക്റ്റഡ് അബൌട്ട് ദ y ആക്സിസ് ആയിരിക്കും. അത് y ആക്സിസിൽ റിഫ്ലക്റ്റ് ചെയ്യും. എപ്പോൾ? ഇഫ് x ഈസ് റീപ്ലേസ്ഡ് ബൈ -x. ഓക്കെ, അപ്പം ആദ്യത്തെ സെന്റൻസ് എന്താണ്? XY കോർഡിനേറ്റ് സിസ്റ്റത്തിനകത്ത് XY എന്ന് പറയുന്ന പോയിന്റ് റിഫ്ലക്റ്റഡ് അബൌട്ട് x ആക്സിസ് ആയിരിക്കും. എപ്പോൾ? y ഈസ് റീപ്ലേസ്ഡ് ബൈ -y ആകുമ്പോൾ. അതേപോലെ XY എന്ന് പറയുന്ന പോയിന്റ് റിഫ്ലക്റ്റഡ് അബൌട്ട് y ആക്സിസ് ആയിരിക്കും. എപ്പോൾ? x ഈസ് റീപ്ലേസ്ഡ് ബൈ -x ആണെങ്കിൽ. ഓക്കെ, ഇത് XY കോർഡിനേറ്റ് സിസ്റ്റത്തിന്റെ കേസ്. അങ്ങനെയാണെങ്കിൽ ഇൻ ആൻ XYZ കോർഡിനേറ്റ് സിസ്റ്റം, XYZ കോർഡിനേറ്റ് സിസ്റ്റത്തിനകത്ത് എ പോയിന്റ് XYZ ഈസ് റിഫ്ലക്റ്റഡ്. ഒരു പോയിന്റ് XYZ റിഫ്ലക്റ്റ് ചെയ്യുന്നു. എ പോയിന്റ് XYZ ഈസ് റിഫ്ലക്റ്റഡ് അബൌട്ട് XY പ്ലെയിൻ. അതായത് XYZ എന്ന് പറയുന്ന പോയിന്റ് XY പ്ലെയിനിൽ റിഫ്ലക്റ്റ് ചെയ്യണമെങ്കിൽ ഇഫ് Z ഈസ് റീപ്ലേസ്ഡ് ബൈ -z. Z-നെ എന്തായിട്ട് റീപ്ലേസ് ചെയ്യണം? -z ആയിട്ട് റീപ്ലേസ് ചെയ്യണം. ഓക്കെ ആണല്ലോ. ഇനി എ പോയിന്റ് XYZ ഈസ് റിഫ്ലക്റ്റഡ് അബൌട്ട് XZ പ്ലെയിൻ ആണെങ്കിലോ y ഈസ് റീപ്ലേസ്ഡ് ബൈ -y ആയിരിക്കും. ഇനി പോയിന്റ് റിഫ്ലക്റ്റഡ് ഇൻ YZ പ്ലെയിൻ ആണെങ്കിലോ അവിടെ YZ പ്ലെയിൻ ആണെങ്കിൽ x ഈസ് റീപ്ലേസ്ഡ് ബൈ -x ആയിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പം XYZ കോർഡിനേറ്റ് സിസ്റ്റത്തിനകത്ത് എന്താണ്? XYZ കോർഡിനേറ്റ് സിസ്റ്റത്തിനകത്ത് XYZ എന്ന് പറയുന്ന പോയിന്റ് റിഫ്ലക്റ്റഡ് അബൌട്ട് XY പ്ലെയിൻ ആകണമെങ്കിൽ Z റീപ്ലേസ്ഡ് ബൈ -z ആകണം. ഇനി റിഫ്ലക്റ്റഡ് അബൌട്ട് YZ പ്ലെയിൻ ആകണമെങ്കിലോ x റീപ്ലേസ്ഡ് ബൈ -x ആകണം. റിഫ്ലക്റ്റഡ് അബൌട്ട് XZ പ്ലെയിൻ ആകണമെങ്കിലോ y ഈസ് റീപ്ലേസ്ഡ് ബൈ -y ആയിരിക്കണം. ഓക്കെ ആണല്ലോ. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അതിന്റെ മീനിങ് ഇതാണ്. റീപ്ലേസിങ് എ വേരിയബിൾ, ഒരു വേരിയബിളിനെ നമ്മൾ റീപ്ലേസ് ചെയ്യുന്നു ബൈ ഇറ്റ്സ് നെഗറ്റീവ്. അതായത് ഒരു ഇപ്പം x-നെ -x ആയിട്ടോ അല്ലെങ്കിൽ y-യെ -y ആയിട്ടോ അല്ലെങ്കിൽ x-നെ നമ്മൾ x-നെ -x അല്ലെങ്കിൽ y-യെ -y, Z-നെ -z, എന്തായാലും ഒരു വേരിയബിളിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? റീപ്ലേസിംഗ് ബൈ ഇറ്റ്സ് നെഗറ്റീവ്. അതിന്റെ നെഗറ്റീവ് കൊണ്ട് റീപ്ലേസ് ചെയ്താൽ ഇൻ ദ ഇക്വേഷൻ ഓഫ് എ സർഫസ്, ഒരു സർഫസിന്റെ ഇക്വേഷനകത്ത് ഒരു വേരിയബിളിനെ അതിന്റെ നെഗറ്റീവ് കൊണ്ട് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ കോസസ് ദാറ്റ് സർഫസ് ടു ബി റിഫ്ലക്റ്റഡ് അബൌട്ട് എ കോർഡിനേറ്റ് പ്ലെയിൻ. ആ സർഫസ് എങ്ങോട്ട് റിഫ്ലക്ട് ചെയ്യുന്നു? അതിന്റെ കോർഡിനേറ്റ് പ്ലെയിനിലോട്ടായിരിക്കും റിഫ്ലക്ട് ചെയ്യുന്നത്. അതാണ് എൻ്റെ മീനിങ്. ഓക്കെ,
അപ്പം എക്സ് വൈ സെഡ് കോർഡിനേറ്റ് സിസ്റ്റത്തിനകത്ത് എക്സ് സെഡിലാണ് റിഫ്ലക്റ്റ് ചെയ്യേണ്ടതെങ്കിൽ വൈ കോർഡിനേറ്റ് 0 ആയിരിക്കും. വൈ സെഡിലാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നതെങ്കിൽ എക്സ് കോർഡിനേറ്റ് 0 ആയിരിക്കും. എക്സ് സെഡിലാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നതെങ്കിൽ വൈ കോർഡിനേറ്റ് 0 ആയിരിക്കും. അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു സർഫസിൻ്റെ ഇക്വേഷനകത്ത് എന്താണ്, ഏതെങ്കിലും ഒരു വേരിയബിളിനെ അതിൻ്റെ നെഗറ്റീവ് ഉപയോഗിച്ചിട്ട് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ, സർഫസിൻ്റെ ഇക്വേഷനകത്ത് ഏതെങ്കിലും ഒരു വേരിയബിളിനെ നെഗറ്റീവ് ഉപയോഗിച്ച് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ സർഫസിൻ്റെ റിഫ്ലക്ഷൻ എവിടെയായിരിക്കും വരുന്നത്? അതിൻ്റെ കോർഡിനേറ്റ് പ്ലെയിനിലായിരിക്കും സർഫസിൻ്റെ റിഫ്ലക്ഷൻ വരുന്നത്. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് പറയാം ഇൻ ആൻ എക്സ് വൈ കോർഡിനേറ്റ് സിസ്റ്റം, ഒരു എക്സ് വൈ കോർഡിനേറ്റ് സിസ്റ്റത്തിനകത്ത് എക്സ് വൈ എന്ന് പറയുന്ന റിഫ്ലക്റ്റഡ് അബൌട്ട് ദ ലൈൻ വൈ ഈക്വൽ ടു എക്സ് ആയിരിക്കും ഇഫ് എക്സ് ആൻഡ് വൈ ആർ ഇന്റർചേഞ്ച്. അതായത് എക്സ് വൈ കോർഡിനേറ്റ് സിസ്റ്റത്തിനകത്ത് ഒരു പോയിന്റ് എക്സ് വൈ എന്ന് പറയുന്ന റിഫ്ലക്റ്റഡ് അബൌട്ട് ദ ലൈൻ വൈ ഈസ് ഈക്വൽ ടു എക്സ്, വൈ ഈസ് ഈക്വൽ ടു എക്സ് എന്ന് പറയുന്ന ലൈനിൽ ഒരു പോയിന്റ് റിഫ്ലക്റ്റ് ചെയ്യുകയാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എക്സും വൈയും എന്ത് ചെയ്യും? ഇന്റർചേഞ്ച് ചെയ്യും. അപ്പോൾ അതേ രീതിയിൽ ഇൻ ആൻ എക്സ് വൈ സെഡ് കോർഡിനേറ്റ് സിസ്റ്റം, എക്സ് വൈ സെഡ് കോർഡിനേറ്റ് സിസ്റ്റത്തിനകത്ത് ഇന്റർചേഞ്ചിങ് എക്സ് ആൻഡ് വൈ, എക്സും വൈയും കൂടെ ഇന്റർചേഞ്ച് ചെയ്താൽ റിഫ്ലക്റ്റിംഗ് ദ പോയിന്റ് എക്സ് വൈ സെഡ് അബൌട്ട് ദ ലൈൻ വൈ ഈസ് ഈക്വൽ ടു എക്സ്. എക്സ് വൈ സെഡ് കോർഡിനേറ്റ് സിസ്റ്റത്തിനകത്ത് എക്സും വൈയും, ഈ രണ്ട് എക്സും വൈയും കൂടെ റിഫ്ലക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, എക്സും വൈയും ഇന്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പോയിന്റ് എക്സ് വൈ സെഡ് എന്ന് പറയുന്നത് എങ്ങോട്ടായിരിക്കും റിഫ്ലക്ട് ചെയ്യുന്നത്? റിഫ്ലക്ട് ദ പ്ലെയിൻ വൈ ഈസ് ഈക്വൽ ടു എക്സ് ആയിരിക്കും. ഇനിയും എക്സിനും വൈക്കും പകരം എക്സും ഇസഡും കൂടാണ് ഇന്റർചേഞ്ച് ചെയ്യുന്നത് എങ്കിൽ റിഫ്ലക്ട് ദ പോയിന്റ് എബൌട്ട് ദ പ്ലെയിൻ എക്സ് ഈക്വൽ ടു ഇസഡ് ആയിരിക്കും. ഇനിയും എന്താണ്, എക്സും ഇസഡും കൂടെ, എക്സും വൈയും ഇസഡും കൂടെ ആണെങ്കിലോ, വൈയും ഇസഡും കൂടെ ആണെങ്കിൽ റിഫ്ലക്റ്റിംഗ് ദ പ്ലെയിൻ വൈ ഈസ് ഈക്വൽ ടു ഇസഡ് ആയിരിക്കും. അപ്പോൾ അതിന്റെ മീനിങ് എന്താണ്? ഇറ്റ് ഫോളോസ് ദാറ്റ് ഇന്റർചേഞ്ചിങ് ടു വേരിയബിൾസ് ഇൻ ദ ഇക്വേഷൻ ഓഫ് എ സർഫസ്. ഒരു ഇൻ ആൻ എക്സ് വൈ സെഡ് കോർഡിനേറ്റ് സിസ്റ്റത്തിനകത്ത് ഏതെങ്കിലും രണ്ട് വേരിയബിളിനെ ഇന്റർചേഞ്ച് ചെയ്യുകയാണെങ്കിൽ, ഇൻ ദ സർഫസിന്റെ ഇക്വേഷനകത്ത് ഏതെങ്കിലും രണ്ട് വേരിയബിളിനെ ഇന്റർചേഞ്ച് ചെയ്യുകയാണെങ്കിൽ എബൌട്ട് എ പ്ലെയിൻ ദാറ്റ് മേക്സ് എ 45 ഡിഗ്രി ആംഗിൾ വിത്ത് ടു ഓഫ് ഇറ്റ് കോർഡിനേറ്റ് പ്ലെയിൻ ആയിരിക്കും. അതിൻ്റെ കോർഡിനേറ്റ് പ്ലെയിനിൽ ആ സർഫസ് എത്ര ഡിഗ്രി ആംഗിൾ മൂവ് ചെയ്യുന്നുണ്ട്? 45 ഡിഗ്രി ആയിരിക്കും അതിൻ്റെ മേക്ക് വരുന്നത്. ഓക്കെ, അത് ഞാൻ എഴുതിയിട്ടില്ല, അത് നിങ്ങളൊന്ന് എഴുതി ചേർത്തോണേ. ഇതാണ് സെന്റൻസ്. ഇറ്റ് ഫോളോസ് ദാറ്റ് ഇന്റർചേഞ്ചിങ് ടു വേരിയബിൾസ് ഇൻ ദ ഇക്വേഷൻ ഓഫ് എ സർഫസ് റിഫ്ലക്ട്സ് ദാറ്റ് സർഫസ് അബൌട്ട് എ പ്ലെയിൻ ദാറ്റ് മേക്സ് ദ 45 ഡിഗ്രി ആംഗിൾ. ആ പ്ലെയിനിൽ ആ സർഫസ് റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ അവിടെ മേക്ക് ചെയ്യുന്ന ആംഗിൾ എത്രയായിരിക്കും? 45 ഡിഗ്രി ആംഗിൾ മേക്ക് ചെയ്യുന്നു. ഓക്കെ ആണല്ലോ. അപ്പം ഇത്രയാണ് നമുക്ക് ക്വാഡ്രാറ്റിക് സർഫസിനകത്ത് അടുത്തൊരു ടോപ്പിക്കായിട്ട് പഠിക്കണം. അതിൽ സർഫസ് ഡിസ്ക്രൈബ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, സ്കിപ്പ് ചെയ്യാതെ പഠിച്ചോണം കേട്ടോ. ഓക്കെ.